പാഠങ്ങൾക്കപ്പുറത്ത് ഈ കുട്ടി എന്ത് കാണണമെന്ന്, കുട്ടി എന്ത് ചിന്തിക്കണമെന്ന് കുട്ടി തന്നെ വളരെ മച്ചുവേർഡ് അല്ലാത്തൊരു കാലത്ത് കുട്ടി തന്നെ സ്വയം തീരുമാനിക്കുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ ആദ്യകാലത്തൊക്കെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു, വിവാഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവൻ ആദ്യം ലഭിക്കുന്ന സുഖം പിന്നീട് അത് ആ സുഖം ലഭിക്കാൻ അതിൻ്റെ ഇരട്ടി ഉപയോഗിക്കേണ്ടി വരുന്നു, പിന്നീട് ആ സുഖം ലഭിക്കാൻ അതിനെ 3 ഇരട്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം നമ്മുടെ ബ്രെയിനും ബാക്കിയുള്ള ശാരീരിക ഷാനവാസ് സ്കൂൾ പഠിപ്പിക്കുമ്പോഴും ഷാനവാസ് പല സംഘടനാ രംഗത്തേക്ക് കടന്നു വരുമ്പോഴും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും നമുക്കൊക്കെ ഓരോ വയസ്സ് കൂടുമ്പോൾ ഇനിയിപ്പോൾ വേണം എന്ന് നമ്മളൊന്ന് ആലോചിക്കും. ഷാനവാസ് നേരെ തിരിച്ചാണ്. ഓരോ വയസ്സ് കൂടുമ്പോഴും ഷാനവാസ് കൂടുതൽ ഡൈനാമിക് ആയ ചെറുപ്പം യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും കൗൺസിലിംഗ് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു 100-ൽ 34 മാർക്ക് മേടിച്ച ആൾ തോക്കുന്നു, 35 മാർക്ക് മേടിച്ച ആൾ. കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ചെറിയ നിസ്സാര ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളല്ലാതായി തീരുന്നത്. ഈ ഷാനവാസ് മാഷിൻ്റെ ഈ ടീം ഏകദേശം 50-ൽ പരം പ്രകാരം ലോകത്തിൽ തന്നെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സെർച്ച് ലഭിച്ചത് നമ്മുടെ തൊട്ടടുത്ത് മാറ്റാൻ ആർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ ചികിത്സിക്കാനായി ഇബ്നു സീന എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹം പഠിക്കുകയും അങ്ങനെ എത്തിയപ്പോൾ അദ്ദേഹം വളരെ ശോഷിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ രോഗപീഠ കൊണ്ട് വളരെയധികം കഷ്ടങ്ങൾ നമ്മൾ സംഘടനാ ബേസിൽ ഞങ്ങൾ ഡോക്ടേഴ്സ് ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് കോളുകളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ആ കോളുകളിൽ നിന്ന് വരുന്നത് അവർ ഒരു വന്ധ്യതയുള്ളൊരു രോഗി, ഒരു ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരു രോഗി, 12 വർഷമായിട്ട് അവർക്ക് ഇല്ലാത്ത ചികിത്സകളില്ല. IVF IUI അടക്കമുള്ള ആധുനിക രീതിയിലുള്ള ചികിത്സകളടക്കം അവർ ചെയ്തു. പക്ഷേ അവർക്ക് കുട്ടികളില്ല. പക്ഷെ ആ ഒരു രോഗി 12 വർഷം ഗർഭിണിയാവാത്ത സ്ത്രീ ഗർഭിണിയായി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പല അടിച്ചമർത്തലുകള്, പല നമ്മുടെ തരം താഴ്ത്തലുകള്, അല്ലെങ്കിൽ പല ബോഡി ഷേമിങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു സംഗമം. ഞാൻ ഇങ്ങനെ പരിപാടികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. രാവിലെ തുടങ്ങിയാണ് ഞങ്ങൾ 2 പേരും അലനല്ലൂരിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കല്യാണങ്ങൾ, കുറേ കുടിയിരിക്കലുകൾ നടക്കും. അപ്പോൾ ഇന്നത്തെ ഈ സമയം ഷാനവാസിൻ്റെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നല്ലൊരു തുടക്കമാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പിന്നെ ഞാനൊരു കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിലും കുട്ടികൾക്കായിട്ടും അധ്യാപകർക്കായിട്ടും നമുക്ക് കിട്ടിയ, നമ്മൾ വായിച്ചെടുത്ത വിവരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും ചില നിമിഷങ്ങളിലെങ്കിലും നല്ല നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ഇമ്പാക്റ്റാണത്. അദ്ദേഹം മദ്യ നിരോധനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ദമ്പതിമാരാണ്. ഈ ദമ്പതിമാരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള എൻ്റെ. അപ്പം അതുപോലെ രുക്മിണി ടീച്ചർ, നമ്മളെ സ്വന്തം രുക്മിണി ടീച്ചറും ഗോപിയേട്ടനുമാണ് ആര്യടൻ സൗഖ്യത്തിന് ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്ന ആൾക്കാർ. ആ സ്ത്രീ പുരുഷം ആ ബാലവൃദ്ധം ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സംഘർഷം, ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസംഗങ്ങളെക്കുറിച്ച് ഓർത്ത് സംഘർഷഭരിതരാകും നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു പൊതുയോഗമുണ്ട് മദ്യത്തിനെതിരെ.
മദ്യവും മറ്റ് ലഹരികളും കുടുംബങ്ങളുടെ സ്വസ്ഥത തകർക്കുന്നതിനെക്കുറിച്ച് ഷാനവാസ് മാഷ് പാലിയേറ്റീവ് രംഗത്ത്, അധ്യാപന രംഗത്ത് ഒരു മോട്ടിവേറ്ററായിട്ട് എപ്പോഴും ഞങ്ങളുടെ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ സേവനം. ഇത് ഈ കൗൺസിലിംഗ് സേവനം ഒരു 2000 മുതൽ ഞാനിങ്ങോട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. 2010 വരെ ഒരു 30 വർഷമായി ഈ മേഖലയിലെ എല്ലാ കുടുംബ കേസുകൾ, അൺനാച്ചുറൽ ഡെത്ത്, ആക്സിഡൻ്റൽ ഡെത്ത്, പോസ്റ്റ്മോർട്ടം, കോടതി പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ, രാവിലെ പോയാൽ കാണും കോടതി ഇഷ്യൂസൊക്കെ. ഒരു പ്രോപ്പർ ചാനലൈസേഷൻ, അത്രേ ഉള്ളൂ, ഒറ്റ വാക്കേ പറയുന്നു. ആ പ്രോപ്പർ ചാനലൈസേഷൻ നടന്നാൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒന്ന് തോണ്ടി കൊടുത്താൽ അതാണ് ആ വഴിക്ക് ഒഴുകിപ്പോയിക്കോളും. പരിപാടിക്ക് ഉദ്ഘാടന പരിപാടിക്ക് ഷാനവാസ് മാഷിനെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഷാനവാസ് മാഷിനെ 1 മുതൽ 4 വരെ പഠിപ്പിച്ചതാണ്. മാഷ് കാരണമാണ് എനിക്ക് ഇത്രയും നിലയിൽ പാട്ട് പാടാനൊക്കെ ഒരു അവസരം കിട്ടിയത്. ചെറുപ്പം തൊട്ടേ എൻ്റെ എല്ലാ പരിപാടിക്കും കൂടിപ്പിച്ചതൊക്കെ മാഷാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഫ്ലവേഴ്സിലൊക്കെ ചാൻസ് കിട്ടാൻ കാരണം തന്നെ ചെറുപ്പത്തിൽ എൻ്റെ പാട്ടിൻ്റെ തുടക്കേ അവിടെ നിന്നാണ്. ഞാൻ DLP സ്കൂൾ കരുനാഗിലാണ് പഠിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की ठंडक, तू ही दिल की है दस्तक, और कुछ ना जानो मैं बस इतना ही जानू, तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं. 100 ആൾക്കാർക്ക് ചെയ്തു, നിങ്ങൾ പറയുന്ന അത്ര ആൾക്ക് ചെയ്തു കൊടുക്കാം. അതുപോലുള്ള മെസ്സേജുകൾ തരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള സൈക്കോളജിക്കൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഈ ഒരു സംഘടനയുടെ വളരെ വലിയ ഒരു കാര്യമായിട്ട് ഒന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്ക് ഇതുപോലുള്ള പിന്നോക്കം നിൽക്കുന്നതോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതോ മാനസികമായിട്ട് പ്രശ്നം നിൽക്കുന്നതോ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് അവരെ കണ്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ മാക്സിമം ചെയ്ത് അയാളെ ഒന്ന് പുറത്തേക്ക് ഇറക്കി നടക്കാവുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ആക്കും. അത് ഉറപ്പാണ്. നിറഞ്ഞിരിക്കുന്നതൊക്കെ ഉള്ളിൽ ഇമ്പം നിറഞ്ഞിരിക്കുന്നവരാണ് ഈ വന്നിരിക്കുന്നവരൊക്കെ. കുടുംബം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഉള്ളിൽ ഇമ്പം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നവരാണ് ഇപ്പം ഈ വന്നിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോൾ എത്രത്തോളം ഇമ്പമുണ്ട് നമ്മുടെ സദസ്സിനൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ഇമ്പം നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്. അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ചെറിയ കഥ പറയാം. കഥകൾ ഞങ്ങൾ ഇങ്ങനെ പറയൂട്ടോ, ഈ സൈക്കോളജിസ്റ്റുകളുടെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് കഥകൾ ഇങ്ങനെ പറയാനുള്ളത്. ഈ ഒരു കുട്ടി അവൻ്റെ അനിയനെയും കൊണ്ട്, ഒരു പെൺകുട്ടി അനിയനെയും കൊണ്ട് റെയിൽവേ ട്രാക്ക് കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ആൺകുട്ടി അല്ലെങ്കിൽ അനിയനെ ഏറ്റിയെടുത്തിട്ടുണ്ട്, കുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടു നിന്ന ആളുകൾ ചോദിക്കുകയാണ്. ഒരാൾ ചോദിച്ചു, ഈ അനിയനെ നടക്കാമല്ലോ, അവന് നടക്കാനുള്ള കഴിവുണ്ടല്ലോ, അങ്ങനെ ഇനി എന്തിനാ അവനെ ഏറ്റിയെടുത്ത് പോകുന്നത്, ഇത്രയും ഭാരം ചുമക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതാണ്, ഇതെന്റെ അനിയനാണ്, ഇവൻ എനിക്കൊരു ഭാരമല്ല, ഇതെനിക്കൊരു ഭാരമല്ല എന്നുള്ള. എന്തുകൊണ്ടാണ്? ഉള്ളിൽ ഇമ്പം ഉണ്ടാവുമ്പോൾ
കുടുംബാംഗങ്ങള് സ്നേഹത്തോടെ, കരുണയോടെ, അലിവോടെ, നിറവോടെ പെരുമാറുമ്പോൾ ഭാരങ്ങളല്ലാതാവുകയും ആയാസങ്ങൾ ആശ്വാസങ്ങളാവുകയും ചെയ്യും. ഏറ്റവും നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല അങ്ങനെ ഒരു റേറ്റിംഗ് സ്കെയിലൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും സ്നേഹത്തോടു കൂടി, സഹവർത്തിത്വത്തോടു കൂടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം ആണല്ലോ. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ ടെൻഷൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയുമ്പോൾ നീ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് തീർന്നു മൊത്തം പോയി. അങ്ങനെയല്ല, പോട്ടറാ, നമ്മൾ തന്നെയാണ് തെറ്റുന്നുണ്ടെങ്കിൽ പോട്ടറാ. ഇതുപോലെ ചേർത്ത് നിർത്താൻ കുടുംബത്തിൽ കുറേ ആളുകൾ ഉണ്ടാവുമ്പോൾ അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ വളരെ ലഘൂകരിച്ച്